ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടില്ല, നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ 3/4 കപ്പ് റവ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1/4 കപ്പ് മാത്രം മതിയാവും കേട്ടോ തേങ്ങ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ട് ഇതുപോലൊരു 3-4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ വലിയ ജീരക കേട്ടോ, പെരുംജീരക ഇല്ലേ, അതാണ് ആവശ്യമായിട്ടുള്ളത്. അതൊരു 1/4 ടീസ്പൂണും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണ്ട, ചെറുതായിട്ട് തരിതരിപ്പുള്ള രീതിക്ക് വേണം നമ്മൾ ഇതുപോലൊന്ന് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതവിടെ സൈഡിൽ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലൊരു പാനിലേക്ക് 3/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റവ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വറുത്ത റവ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം, ഒരുപാട് സമയമൊന്നും വറുക്കണ്ടെങ്കിൽ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ റവയുടെ, ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർക്കണം കേട്ടോ. അപ്പം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3/4 കപ്പ് റവക്ക് ഞാനിപ്പം 1 കപ്പ് വെള്ളാട്ടോ ചേർക്കുന്നത്. കാരണം നമ്മൾ റവ നന്നായിട്ട് ഡ്രൈ ആയി പോകാൻ പാടില്ല ഇത് വെന്ത് വരുന്ന സമയത്ത്. അപ്പം വെള്ളം കുറച്ചധികം ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് റവയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയ സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നോർമൽ വാട്ടർ തന്നെയാട്ടോ ചേർക്കുന്നത്, ചൂടുവെള്ളമൊന്നുമില്ല. അതിലേക്ക് ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും നമ്മൾ ജീരകവും ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ റവയിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പും നമ്മൾ ഈ ഒരു തേങ്ങയുടെയും മിക്സൊക്കെ ഇതിലേക്ക് ചേർത്തെടുക്കാനേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് ഈ ഒരു പാനിന് ഇതൊന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ. പാത്രത്തിൽ നമ്മൾ ഈ ഒരു റവയൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് നമ്മൾ നന്നായിട്ട് നമുക്കിങ്ങനെ കുഴഞ്ഞ് കിട്ടുമല്ലോ, ആ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഒരു നനവുള്ള ആ രീതിക്കാട്ടോ വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. ഇതുപോലൊരു പാകത്തിന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. ചെറുതായിട്ടൊരു നനവ് കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുമില്ല കേട്ടോ. നമ്മളിത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ അമർന്ന് പോകണേ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ടേ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തതിനാൽ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞു പോയി നല്ല ഡ്രൈ ആയിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇതൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് ആ ഒരു ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയെല്ലാം നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് നനവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചൂട് ആറുന്നത് വരെ ഇത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം വെച്ച് ചൂടൊക്കെ നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാനും ബോൾസ് ആക്കിയിട്ട് ഇതെടുക്കാനൊക്കെ പാടാട്ടം ഉണ്ടാകാൻ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. നന്നായിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാനും പറ്റില്ല, നന്നായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് ആറിയാലും കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി കുഴച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പാകത്തിന് സംഭവം നല്ല സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യുന്നത് കയ്യിന് എണ്ണയോ വെള്ളമോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പാകത്തിന് നമ്മൾ ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി കുറച്ച് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതുപോലൊന്ന് ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിതാ മാവൊക്കെ ബോൾസാക്കി വെച്ചതിന് ശേഷം നമ്മളിതാ വേറൊരു പാത്രം എടുത്തിട്ടുണ്ടേ. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചെടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1-2 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു റവയുടെ ബോൾസ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ എണ്ണയിൽ വെച്ചിട്ട് തന്നെ റവ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കളറൊന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമല്ലോ, ആ ഒരു പാകത്തിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണേ. നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂട്ടി കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 2 സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ റവയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പച്ചമുളക് ചേർക്കാം, ചില്ലി ഫ്ലെക്സ് ചേർക്കാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവൊക്കെ ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി എരിവ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.